ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സി ജോബ് ഇൻഫോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെയിൽ വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വെൽക്കം. കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. മെയിൽ നേരിട്ടുള്ള നിയമനമാണ്. കേരള PSC വഴിയാണ്. സീനിയർ മാനേജർ തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 460/2024 മുതൽ 465/2024 വരെയാണ്. ഈ ഒരു തസ്തികയിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. സീനിയർ മാനേജർ മാർക്കറ്റിങ്ങിൽ MBA അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിങ്ങിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് മിനിമം 10 വർഷത്തെ മാനേജറിയൽ പൊസിഷനിൽ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് KCMFലാണ്. സാലറി 71,000 മുതൽ 1,00,000 വരെയാണ്. വേക്കൻസി 1 ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആണ്. അടുത്തതായി സീനിയർ മാനേജർ മാർക്കറ്റിങ്ങിൽ തന്നെ കാറ്റഗറി നമ്പർ 461/2024 ആപ്ലിക്കൻസിന് വേണ്ട ക്വാളിഫിക്കേഷൻ 3 വർഷത്തെ റെഗുലർ സർവീസ് ഇൻ എനി പോസ്റ്റ് എന്നിങ്ങനെയാണ്. അതിൽ തന്നെ മെമ്പർ ഓഫ് സൊസൈറ്റീസ് അഫിലിയേറ്റഡ് ടു കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലാണ് ഈ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. MBA അല്ലെങ്കിൽ ഒരു തുല്യമായിട്ടുള്ള യോഗ്യതയാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ മാനേജറിയൽ പൊസിഷനിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് KCMMFലാണ്. സാലറി 71,000 മുതൽ 1,42,000 വരെയാണ്. വേക്കൻസീസ് നമുക്ക് അവൈലബിൾ അല്ല, ഒരുപാടുണ്ടെന്ന് പ്രതീക്ഷിക്കാം. ഏജ് ലിമിറ്റ് വന്നിട്ട് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. അടുത്തതായി സീനിയർ മാനേജർ പ്രോജക്ട്സിലാണ്. കാറ്റഗറി നമ്പർ 462/2024 PG ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ, അതും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ ഡയറി എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള യോഗ്യതയാണ്. കൂടാതെ 10 വർഷത്തെ മാനേജറിയൽ പൊസിഷനിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് KCMMFലാണ്. സാലറി 71 മുതൽ 1,00,000 വരെയാണ്. വാക്കൻസി വരുന്നത് 1. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ്. ഏജ് റിലാക്സേഷൻസ് അവൈലബിൾ ആയിരിക്കും. അടുത്തതായി സീനിയർ മാനേജർ പ്രോജക്ട്സിൽ കാറ്റഗറി നമ്പർ 463/2024 ക്വാളിഫിക്കേഷൻ നോക്കാം. 3 വർഷത്തെ റെഗുലർ സർവീസാണ് ഇൻ എനി പോസ്റ്റ് മെമ്പർ ഓഫ് സൊസൈറ്റീസ് അഫിലിയേറ്റഡ് ടു കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കൂടാതെ PG ഇൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് സിവിൽ ഡയറി എഞ്ചിനീയറിംഗ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. MBA അതിനോട് തുല്യമായിട്ടുള്ള യോഗ്യത. കൂടാതെ 10 വർഷത്തെ മാനേജർ പൊസിഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക്. സെയിം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. സാലറി 73 മുതൽ 1,00,000 വരെയും. ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസീസ് ആണ്. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തതായി സീനിയർ മാനേജർ HRDയിലെ കാറ്റഗറി നമ്പർ 464/2024 വേണ്ട ക്വാളിഫിക്കേഷൻ MBA അല്ലെങ്കിൽ MSW ആണ്. സ്പെഷ്യലൈസേഷൻ ഇൻ HR മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റിലാണ്. കാൻഡിഡേറ്റ്സ് വിത്ത് LLB ഓർ പ്രിഫേർഡ് ആണ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 10 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ മാനേജർ കാർഡ് ഇൻ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ അണ്ടർടേക്കിംഗ് ഓഫ് റെപ്യൂട്ടഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് സെയിം തന്നെയാണ് വരുന്നത്. 71,000 മുതൽ 1,00,000 വരെയാണ്. സാലറി വരുന്നത്. വാക്കൻസീസ് 1. ഏജ് ലിമിറ്റ് വന്നിട്ട് 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തതായി സീനിയർ മാനേജർ HRDയിൽ തന്നെ കാറ്റഗറി നമ്പർ 465/2024 അവസാനത്തെ കാറ്റഗറിയാണ്. ആപ്ലിക്കൻസിന് 3 വർഷത്തെ റെഗുലർ സർവീസാണ്. ഇനി പോസ്റ്റ് ഓഫ് മെമ്പർ സൊസൈറ്റീസ് അഫിലിയേറ്റഡ് കേരള കോപ്പറേറ്റീവ് ആണ് പറഞ്ഞിരിക്കുന്ന. നേരത്തെ തന്നെ സെയിം ക്വാളിഫിക്കേഷൻ വന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് MBA അല്ലെങ്കിൽ MSW ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. PG ഇൻ ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് കാൻഡിഡേറ്റ്സ് വിത്ത് LLB ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 10 വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് സെയിം തന്നെയാണ്. സാലറി അതുപോലെ തന്നെ 71,000 മുതൽ 1,00,000 വരെയാണ്. വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. ഏജ് റിലാക്സേഷനും ആസ് പെർ റൂൾ അവൈലബിൾ ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടതായിട്ടില്ല. സെലക്ഷൻ പ്രോസസ്സ് വന്നിട്ട് എഴുത്ത് പരീക്ഷ അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും. കൂടാതെ ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. അടുത്തതായി നിങ്ങൾക്ക് ഓൺലൈൻ മുഖേനയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് www.keralapsc.government.in ആണ്.
അവസാന തീയതി വരുന്നത് ജനുവരി 15, 2025 അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഈ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.